അപ്പൊ ഇയാള് പഠിച്ച സ്കൂളിലെ ശതാബ്ദി ദിന ആഘോഷത്തിന് സദ്യ വിളമ്പാൻ പോകുന്നതിന് സന്തോഷം മാത്രമല്ലേ ഈ മുഖത്ത്? ഒരിക്കലല്ല സാറേ. ഇപ്പൊ എനിക്ക് മുന്നില് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സാറിന്റെ പണം മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തില് അട്ടകളായി കടിച്ചു തൂങ്ങി ചോര കുടിക്കുന്ന ജീവികളെ എത്രയും പെട്ടെന്ന് തോണ്ടിയെടുത്ത് ഈ വീടിന് പുറത്തെറിയണം. എങ്ങനെയെങ്കിലും ആ പണം കൊടുത്തു വീട്ടണം. ശാരദാമ്മയുടെ മകളാണെങ്കിൽ ശാരികത വീട്ടിയിരിക്കും. പത്തിന്റെ പൈസ നീ തരില്ലല്ലേടി ഞങ്ങൾക്ക്. നിന്നെ ഞാൻ ഓട്ടാമടി. എന്താ ശനി? സഹദേവൻ സാറിനൊന്ന് കാണാമായിരുന്നല്ലോ. ഇല്ലേ? ഉണ്ട്, അകത്തുണ്ട്. ആഹാ, സഹദേവൻ സാർ മുഖം നോക്കാതെ നീതി നിർവഹണം നടത്തുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. സഹദേവൻ സാറേ, മനസ്സിലായി. ആ വഴി പോവില്ല. പട്ടിയുണ്ട് അവിടെ. സഹദേവൻ സാറേ, അതെ, ഇതേടെ വഴിയല്ല, സാറിന്റെ സ്റ്റേഷൻ തന്നെയാ. വിഷ്ണുവോ? അതെല്ലോ, പഴയ അതേ വിഷ്ണു അല്ലേ? എന്താ വിഷ്ണു ഈ വഴിക്കൊക്കെ? അമ്മേ, വരാതിരിക്കാൻ പറ്റുമോ സാറേ? ഞാനിവിടെ ഒരു മുതലിനെ ഏൽപ്പിച്ചിരുന്നില്ലേ, അതിന്റെ കാര്യം എന്തായെന്ന് അന്വേഷിക്കാൻ വന്ന. മുതലോ? മനസ്സിലായില്ല. ഓ, മനുവിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അതെ. സത്യം പറയാലോ വിഷ്ണു, അതിന്റെ പിന്നാലെയായിരുന്നു ഞാൻ. ഇന്നലെ രാത്രിയും കൂടി ഉറങ്ങിയിട്ടില്ല. SR കോളേജിലും പരിസരത്തൊക്കെ ആയിട്ട് മഫ്തിയിലും അല്ലാതെയും പോലീസ് കുറെ അന്വേഷണമൊക്കെ നടത്തി. എവിടുന്ന് ആട് കിടന്നിടത്തൊരു പൂട പോലും ഇല്ലെന്നുള്ള അവസ്ഥയാണ്. ഒന്നുകിൽ സംഗതി വെളിയിലാവുമെന്ന് കരുതി അവന്മാര് കച്ചവടം പൂട്ടിക്കെട്ടി കാണും. അതല്ലെങ്കിൽ തൽക്കാലത്തേക്കൊന്ന് വിട്ടു നിൽക്കാന്ന് കരുതി കാണും. വിഷ്ണു വിഷമിക്കണ്ട, ഒരു ഇടവേളയ്ക്ക് ശേഷം അവന്മാര് വീണ്ടും തലവെക്കും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ മനു അവനെ വിടേണ്ടതായിട്ട് വന്നു. പ്രായം ഇത്രയല്ലേ ആയുള്ളൂ വിഷ്ണു. ഒരു കയ്യബദ്ധം പറ്റിയെന്ന് വെച്ച് അവന്റെ ജീവിതം നമ്മൾ തുലയ്ക്കണം. പോലീസാണെങ്കിലും ഞങ്ങൾക്ക് മനസാക്ഷിയൊക്കെ ഉണ്ട്. പിന്നെ കോളേജ് പിള്ളേരല്ലേ, പൊളിറ്റിക്കൽ പ്രഷറും കൂടും. അപ്പൊ അവനൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ലാന്ന്. പ്രായപൂർത്തിയാവാത്തോണ്ട് കൈവയ്ക്കാനും പറ്റില്ല. കണ്ണുരുട്ടി കാട്ടിയാ പോലും കേസാ.
ഈ കേസിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു പോൾസ് എന്ന പേരുള്ള ഒരു ചെറ്റ രാജീവ് സാറിന്റെ വീട്ടിലൊരു ഭവന സന്ദർശനം നടത്തിയതായിട്ടാണ് കേട്ടു. ഈ തെളിവെടുപ്പിന് പോയപ്പോ ഞാനത് സാറിനോട് മുന്നേ പറഞ്ഞതാ, അവരോടൊന്നും കളിക്കാൻ നിക്കല്ലേ എന്ന്. ഇപ്പോഴത്തെ ഭരണത്തിൽ പങ്കാളിത്തവും രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളവരവര്. കാശിന് കാശ്, ആളിന് ആള്. അതിനൊപ്പം നമ്മൾ കൂട്ടിയാ കൂടുവോ? അപ്പൊ അവനെ പൂട്ടാനൊരു വഴിയില്ല അല്ല സാറേ? വഴിയില്ലെന്നല്ല, പക്ഷേ അവനിപ്പോ മലേഷ്യയിലേക്കോ ഹോങ്കോങ്ങിലേക്കോ മുങ്ങിക്കാണും. നമ്മുടെ കേരള പോലീസ് ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? നമ്മൾ ചായ കുടിക്കാൻ പോകുന്നില്ലല്ലോ ഇവനൊക്കെ അമേരിക്ക പോയിട്ട് വരുന്നത്. അപ്പോഴേ സാർ എന്റെ കൂടെ പുറത്തേക്കൊന്ന് വരണം. എന്താ? വരണം സാറേ. സാറിന് കുഴപ്പമൊന്നും വരില്ല. ഞാനല്ലേ പറയണേ, സാറിന് ഗുണമുള്ള കാര്യം. വാ. ഓ, മടിച്ച കഥ ഇങ്ങോട്ട് വരണം സാറേ. ആ ദേ സാറിനൊരു സമ്മാനം കൊണ്ടാ ഞാൻ വന്നിരിക്കണേ. വാ. ഇവിടെ നിൽക്കണം. സാറ് മലേഷ്യയിൽ ചായ കുടിക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ? സാറ് പൊക്കിയ പൊങ്ങാത്ത ഐറ്റം അവനെ ഞാനങ്ങ് പൊക്കി. അല്ലേ, ഇവൻ മലേഷ്യയിലോ കോലാലംപൂരിലോ എവിടെ വേണമെങ്കിലും പോയി ചായ കുടിച്ചോട്ടെ, നമുക്കത് കുഴപ്പമില്ല. പക്ഷെ രാജീവ് സാറിന്റെ വീട്ടിൽ വന്ന് കന്നന്തിരിവ് കാണിക്കുന്നതിന്റെ ഇടയിൽ എന്റെ ഭാര്യയുടെ മേത്തൂന്ന് 2 പോറൽ വീണു. അത് ഈ വിഷ്ണു സഹിക്കില്ല സാറേ. ഫുൾ ടൈം തെറിയ. വല്ലാത്ത ശല്യമായിരുന്നേ, അതുകൊണ്ട് ഈ വായ ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിടിച്ച് കേട്ടോവനെ ലോകമേ നടക്കണ കൊണ്ട് വലിയ ഉപകാരം വിഷ്ണുവിനെ പൊക്കിയതിന്. ഇവനെ തേടി നടന്ന എന്റെ ഷൂ കുറെ തേഞ്ഞതാ. ഇവന്റെ അറസ്റ്റ് എന്റെ സർവീസ് ജീവിതത്തിൽ ഒരു പൊൻതൂവലായിരിക്കും. പിന്നൊരു കാര്യം, ഇവനെ പൊക്കിയത് ഞാനാന്നേ പറയൂ. വിഷ്ണു അക്കാര്യത്തിൽ എന്നോടൊന്ന് സഹകരിക്കണം. എനിക്കൊരു പ്രൊമോഷൻ കിട്ടുന്ന കാര്യമാണ്. വലിയൊരു ഡ്രഗ് മാഫിയയുടെ തലവനല്ലേ അടിവേര് സഹിതം മാന്തി എടുത്തത്. ഈ തൂവലും ക്രെഡിറ്റൊക്കെ സാറ് എന്നെ എടുത്തോ. നമ്മുടെ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇവൻ ഇനി തല പൊക്കരുത്. എനിക്ക് അത്രയുള്ളൂ. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇവനിനി പുറം ലോകം കണ്ടാലല്ലേ. എങ്കിൽ ശരി, ഞാൻ വിടുക. അവനറിയാമോ ഈ പോൾസിന്റെ റീച്ച് എത്രയാന്ന്? സാരമില്ല പോൾസാ, നിന്നെ ജാമ്യത്തിലിറക്കാനുള്ള വക്കീൽ ഇപ്പൊ വരും. നന്നായിട്ട് വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്താ കിട്ടുന്നേ? ഞാനിപ്പോ തന്റെ കസ്റ്റഡിയിലല്ലേ. ഓ, ബിരിയാണി വരുത്താം. മട്ടൻ തന്നെ ആയിക്കോട്ടെ.
അതെ, കഴിക്കുന്നതിന് മുമ്പ് 2 എണ്ണം. അതൊക്കെ ഇവിടെ സ്റ്റോക്കാ പോൾസാ. ബ്രാൻഡ് ഏതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. നാടൻ വേണമെങ്കിൽ നമുക്ക് പോലീസുകാരോട്ട് എടുപ്പിക്കാന്ന്. ഇതാണോ സഹദേവ ഒരു പ്രതിക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കേണ്ട സ്വീകരണം? മാഡം, അതിപ്പോ ജനമൈത്രിയൊക്കെ അല്ലേ? ജനമൈത്രി എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ കള്ളന്മാരും കൊള്ളക്കാരും മയക്കുമരുന്ന് മാഫിയയുമായി മൈത്രി എന്നല്ല. ഇയാള് അത്തരക്കാരനൊന്നും അല്ല മാഡം. സമൂഹത്തിൽ നിലയം വിലയുള്ള ഒരു മാന്യന, ഭരണതലത്തിലൊക്കെ പിടിപാടുള്ള ഒരു പൊളിറ്റീഷ്യനാ. ഓഹോ, അപ്പൊ ഭരണതലത്തിൽ പിടിപാടും അല്പ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ ഏത് മയക്കുമരുന്ന് കച്ചവടക്കാരനും കയറിയിരിക്കാനാണോ സർക്കിൾ ഇൻസ്പെക്ടർ കസേരയിൽ? മയക്കുമരുന്നൊക്കെ പറയുന്നത് ചുമ്മാതാ മാഡം. മാമിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. തെളിവൊന്നുമില്ല. തെളിവുണ്ട് സഹദേവ. പരാതിക്കാരൻ അത് എനിക്ക് കൈമാറിയിട്ടുണ്ട്. പരാതിക്കാരൻ? വിഷ്ണു തന്നെ. സഹദേവന്റെ കസ്റ്റഡിയിൽ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരന് കിട്ടുന്ന സ്വീകരണം ഊഹിച്ചെടുത്ത വിഷ്ണു അതെനിക്കാ കൈമാറിയത്, വിത്ത് പ്രോപ്പർ എവിഡൻസ്. ഇയാളെ ജാമ്യത്തിലിറക്കാൻ വക്കീലിപ്പോ വരും. മണ്ടത്തരം പറയല്ലേ സഹദേവ. മയക്കുമരുന്ന് കൈവശം വെക്കുന്നതും വിൽക്കുന്നതും ജാമ്യമില്ലാത്ത കുറ്റമാണെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. So, I am taking him in custody with immediate effect. മനസ്സിലായില്ല മാം. കേരളത്തിലുടനീളമുള്ള വിദ്യാലയങ്ങളിൽ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും വിഷവൃക്ഷം നട്ടുവളർത്തിയ പോൾസൺ എന്ന ഡ്രഗ് മാഫിയ തലവനെ തന്റെ സുപ്പീരിയർ ഓഫീസറായ ശ്രീരഞ്ജിനി IPS കസ്റ്റഡിയിൽ എടുക്കുകയാണെന്ന്. Anybody there? എക്സൈസ്, നർക്കോട്ടിക്സ്, ആന്റി ടെററിസം, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ കയറി ഇറങ്ങാനുള്ള മുതലാ ഈ നിൽക്കുന്നത്. താൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവൻ പുറം ലോകമല്ല. സൂര്യപ്രകാശം കാണണമെങ്കിൽ തന്നെ കുറച്ച് വിഷമിക്കും. ഇവനെയും കൂട്ടി ഒരു ജീപ്പ് എന്റെ വാഹനത്തിന് പിന്നാലെ വരണം. യെസ് മാഡം. ഇങ്ങനെ എല്ലാ കേസുകളിലും തീരുമാനം എടുക്കാനാണെങ്കിൽ മാഡത്തിനോട് ഒരു കസേരയിട്ട് ഇരുന്നാ പോരെ? സഹദേവൻ എന്തെങ്കിലും പറഞ്ഞോ ഇപ്പൊ? ഏയ് ഇല്ല മാഡം. എല്ലാ കേസുകളിലും കയറി തീരുമാനം എടുക്കേണ്ടി വരുന്നതേ ഇവിടുത്തെ സംവിധാനം നേരായ രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാ സഹദേവ. ഞാനിവിടെ കസേരയിട്ടിരിക്കണമെന്നില്ല. ഈ കസേരയിലിരിക്കുന്ന ആള് മാറിയാലും മതി. മാഡം, ഒരു നാവ് പിഴവ് വന്നു ഇതാ. പിഴയാണെന്ന് മുമ്പേ അറിയാം. തൽക്കാലം സഹദേവൻ ഒരു കാര്യം ചെയ്യും. സഹദേവൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത ശേഷം ലഭിച്ച പരാതികൾ, അതിൽ സ്വീകരിച്ച നടപടികൾ എന്നിവയെല്ലാം വിശദമായൊരു റിപ്പോർട്ടാക്കി കെട്ടിപ്പൊതിഞ്ഞെടുത്ത് നാളെ രാവിലെ ACP ഓഫീസിലോട്ട് വാ. അത് നന്നായി പഠിച്ചിട്ട് ഞാൻ തീരുമാനിക്കാം സഹദേവനുടെ കസേര ഉണ്ടോന്ന്. മാം, പണി ചോദിച്ചു വാങ്ങി.
ഹലോ. എടുത്തമ്മേ, ഒരു വാർത്തയുണ്ട്. ആശനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താ കമല? അത് വസുമതി കുഞ്ഞമ്മ അർജുന്റെ പുതിയ കല്യാണ ആലോചനകൾ നടത്തുക. കല്യാണ ആലോചനയോ? അതിന് അർജുനായിട്ട് സമ്മതിച്ചോ? സമ്മതിക്കാതെ എങ്ങനെ എടുത്തമ്മേ പെണ്ണുകാല ചടങ്ങൊക്കെ നടക്കുന്നേ? ഞാൻ വിൽക്കോ എടുത്തമ്മേ? ആശാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. ആ പ്രീതി, എനിക്ക് പോണോ ശാലിനി? പോകാനോ? എങ്ങോട്ട്? അർജുനേട്ടന്റെ അടുത്തേക്ക്. നിക്ക്. ഇപ്പോഴേ അതിനുള്ള സമയമുള്ളൂ. ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ചോദിക്കണം, എന്നെ അർജുനേട്ടന് വേണ്ടേന്ന്. നോക്ക്, നിനക്കിപ്പോ നല്ല റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നെ തടയരുത് ശാലിനി, ഇതെന്റെ ജീവിത പ്രശ്നം. നിക്ക്. ഞാൻ രോഹിത്തിനെ വിളിക്കാം. നമുക്ക് കാറിപ്പോ. ഹലോ. രോഹിത് എവിടെയാ? രോഹിത്തോ? ഞാൻ അടുത്തുള്ള അമ്പലത്തിലുണ്ട് ശാലിനി. വീട്ടിലേക്കൊന്ന് വരാവോ? എനിക്കും പ്രീതിക്കും ഒരിടം വരെ പോവാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ ഇപ്പോ വരാം. നോക്ക്, രോഹിത് വരും. ശാലിനിയും പ്രീതിയും രോഹിത്തും ഒരു കാറിൽ. ഇതൊരു ചാൻസ് ആണല്ലോ.